ഹായ് ഫ്രണ്ട്സ്, ന്യൂ ഡ്രീംസ് കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ അത്തമൊക്കെ കഴിഞ്ഞ് തിരുവോണത്തെ വരവേൽക്കാൻ എല്ലാവരും തയ്യാറായിരിക്കുകയാണല്ലോ. ഇന്ന് ഞാനിവിടെ തയ്യാറാക്കാൻ പോകുന്നത് പാലട പായസമാണ്. ഇതിനു മുന്നേ ഞാൻ അടപ്രഥമൻ്റെ ഒരു റെസിപ്പി ഇട്ടിരുന്നു. അത് ഈ വീഡിയോ കണ്ടതിന് ശേഷം അത് കാണാത്തവർ കാണുക. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് കണ്ടതിന് ശേഷം ലൈക്ക് ചെയ്യുക, കമൻ്റ് ഇടുക. സൂരജ് മുട്ട പാലടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. പിങ്ക് പാലട. ഇത് 200 ഗ്രാമോളം ഉണ്ട്. ഇത് നമുക്കൊന്ന് കഴുകിയെടുക്കാം. ഇവിടെ ഒരു പാത്രത്തിൽ വെള്ളം തിളയ്ക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് അരി ഇടാം. അതുപോലെ തന്നെ 2 ലിറ്റർ പാലോളം ഞാൻ തിളപ്പിക്കാനായിട്ട് വെച്ചിരിക്കുന്നു. നല്ലതുപോലെ തിളച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷം നമുക്കൊരു 20 മിനിറ്റോളം ഇതൊന്ന് മൂടി വെക്കാം. അതുപോലെ പാല് കൈയിളക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കണം, കാരണം പാട ചൂടാൻ പാടില്ല. നമ്മുടെ അട നല്ലതുപോലെ പച്ചവെള്ളത്തിൽ പല പ്രാവശ്യം കഴുകിയെടുത്താണിത്. നമുക്കിതിലേക്ക് അല്പം ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ മെൽറ്റായി വരുമ്പോൾ നമുക്കതിലേക്ക് 1 കപ്പ് ഷുഗർ ആഡ് ചെയ്യാം. അത് വെള്ളം ഒഴിക്കാതെ തന്നെ നമുക്ക് അലിയിപ്പിച്ചെടുക്കാം. ആദ്യം ക്രിസ്റ്റലായി വരുന്നത് കണ്ടൊന്നും പേടിക്കണ്ട. തനിയെ വെള്ളം ഒഴിക്കുമ്പോൾ അലിഞ്ഞു ചേർന്നോളൂ. അത് നമുക്ക് പഞ്ചസാര ഇങ്ങനെ കുറച്ച് നേരം ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനിയും അതിനുശേഷം ഇതിലേക്ക് ഇത്തിരി ബ്രൗൺ കളറാകുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് പാലൊഴിച്ചു കൊടുക്കാം. ഇനി മധുരത്തിനനുസരിച്ച് കുറച്ച് പഞ്ചസാര കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് അട കുറേശ്ശെയായിട്ട് ഇട്ട് കൊടുക്കാം. അതിനിടയ്ക്ക് കുറച്ച് ഏലക്കാപ്പൊടിയും പൊടിച്ചതിലേക്ക് ചേർക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മുടെ പായസം ഏകദേശം കുറുകെ വെന്ത് റെഡി ആയിട്ടുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. പായസത്തിൻ്റെ വെന്ത മണമൊക്കെ വെന്തെന്ന് അറിയണമെങ്കിൽ തവയിൽ നിന്ന് തന്നെ അറിയാം. ഏകദേശം ഒന്ന് എടുത്ത് നോക്കുവാണെങ്കിൽ നല്ല വെന്ത രീതിയിൽ തന്നെ ഇതറിയാൻ പറ്റും. അടിപൊളി പായസമാണ് കേട്ടോ. എല്ലാവരും പരീക്ഷിച്ച് നോക്കുക. ഇനി അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ.